നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പിണറായി സർക്കാരിന് തിരിച്ചടിയാകും. സ്വർണ്ണപ്പാളി സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴ്ചകൾ നീളെ ഗൾഫ് സന്ദർശനത്തിന് ഒരുങ്ങിയെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചിരുന്നു. കേരളത്തിൽ നിന്നാൽ അയ്യപ്പൻ പിടിക്കുമെന്ന ഭീതി പിണറായിയെ വല്ലാതെ ഉലയ്ക്കുന്നുവെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനം. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ശതകോടികളുടെ തട്ടിപ്പ് ശബരിമലയിൽ നടന്നു എന്നത് മാത്രമല്ല, പരിപാവനമായ ശബരിമലയിലെ സ്വർണ്ണ വിഗ്രഹങ്ങളെല്ലാം ക്ലാവും ചെമ്പുമായി മാറിയിരിക്കുന്നു. ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിനേറ്റ മുറിവുണക്കാൻ 9 അയ്യപ്പ സംഗമങ്ങൾ നടത്തിയാലും ശാശ്വത പരിഹാരം ഉണ്ടാകില്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിന്റെ പാപമകറ്റാൻ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയെങ്കിലും പിണറായി സർക്കാരിനെ ശബരിമല അയ്യപ്പൻ ആഞ്ഞടിക്കുകയാണ്. ഹൈന്ദവ വോട്ടുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും ഇടത് സർക്കാരിനും ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇറങ്ങി ചെല്ലാനാവാത്ത സാഹചര്യമാണുള്ളത്. ശബരിമലയിലെ സ്വർണ്ണത്തിൽ തിരിമറി നടന്നെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞതോടെ സർക്കാരിന് പിടിച്ചു നിൽക്കാനാകില്ല. ശബരിമല സ്വർണ്ണപ്പാളിയിൽ 475 ഗ്രാം നഷ്ടമായെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുകയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കാണാതായ സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി നടപടി വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടമായെന്ന് കരുതിയ സർക്കാരിനും LDF-നും ഓർക്കാപ്പുറത്ത് വൻ തിരിച്ചടിയായി മാറിയിരിക്കുന്നു സ്വർണ്ണപ്പാളി വിവാദം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ്ണ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് സർക്കാർ മുന്നണിയും. വിശദമായ അന്വേഷണം നടത്തി 1.5 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അന്വേഷണ സംഘം കോടതിയോട് മാത്രം മറുപടി നൽകിയാൽ മതിയെന്നും ഹൈക്കോടതി പറഞ്ഞു. അന്വേഷണം വിവാദമാക്കരുതെന്ന് മാധ്യമങ്ങൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. സ്വർണ്ണപ്പാളി എന്നത് മഹസറിൽ രേഖപ്പെടുത്തിയപ്പോൾ പിന്നീട് അത് ചെമ്പുപാളിയായി. ഇതിന്റെ മഹസറിൽ തന്ത്രിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതും സർക്കാരിന് മാനക്കേടായിരിക്കുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന ഇടനിലക്കാരനെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ അവസരം ഒരുക്കിയതിന് അന്നത്തെ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരെ പഴിചാർന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് കൊണ്ടുപോകാനും 1 മാസത്തിലേറെ പലയിടത്തും എത്തിച്ച് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനും സാധിക്കുമോ എന്നതാണ് സർക്കാരിനെതിരെ ഉയർന്ന പ്രസക്തമായ ചോദ്യം. ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ സ്വർണത്തിന്റെ പാളി ഉണ്ടായിരുന്നു. ഇത് മാറ്റാൻ പോറ്റി അവർക്ക് നിർദ്ദേശം നൽകിയതോടെ 474 ഗ്രാം സ്വർണത്തിന്റെ ക്രമക്കേട് നടന്നു. സ്വർണ്ണപ്പാളി നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് വേർതിരിച്ചെടുത്തെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസ് നൽകിയ മൊഴി. 1 കിലോ സ്വർണ്ണമാണ് സ്വർണ്ണപ്പാളികളിൽ നിന്ന് കിട്ടിയത്. അതിൽ 420 ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. 320 ഗ്രാം പണിക്കൂലിയായിരുന്നു. ബാക്കി പുതിയ ചെമ്പുപാളികളിൽ പൂശിയെന്നുമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മൊഴി വിജിലൻസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇത്തരം നടപടികളെല്ലാം ദേവസ്വം ബോർഡിന്റെ വീഴ്ച തന്നെയാണ്. 2019 വിജയമല്യ സ്വർണം പൊതിഞ്ഞ പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പോറ്റി പറഞ്ഞതനുസരിച്ച് അത് നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം വേർതിരിച്ചെടുത്തത്. SIT അന്വേഷണത്തിന് നിയോഗിച്ച ഹൈക്കോടതി നടപടിക്ക് പിന്നാലെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങി. ഇയാൾ ചെന്നൈയിലേക്ക് പോയതെന്നാണ് വിജിലൻസ് അനുമാനം. അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരിക്കാം. ആ കൂടിയാലോചനകൾക്ക് ശേഷമാകാം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ ഇത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. മാനക്കേട് ഓർത്ത് പോറ്റിയെ സർക്കാർ ഒളിപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട്. പാളി പുതുതായി സ്വർണം പൂശണമെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശബരിമലയിലെ വിഗ്രഹം നിർമ്മിച്ച ശില്പി കുടുംബാംഗങ്ങൾ പറയുന്നു. പുറത്തു കൊണ്ടുപോയത് കടത്തിക്കൊണ്ടുപോകൽ തന്നെയായിരുന്നുവെന്ന് വ്യക്തമാണ്. പുതിയ പാളികൾക്ക് പഴയതുമായി ചില അളവ് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന സൂചനയും കിട്ടിയിട്ടുണ്ട്. സന്നിധാനത്തിൽ നിന്ന് അഴിച്ചെടുത്തുന്ന മട്ടിൽ 39 ദിവസം കഴിഞ്ഞാണ് സ്വർണം പൂശാനായി പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത്. ചെന്നൈയിലെത്തിയത് പൂർണ്ണമായും ചെമ്പായിരുന്നുവെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ MDയും അഭിഭാഷകനും പറയുന്നു. ഇത്രയും കാലതാമസം ഉണ്ടായിരുന്ന ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അന്നത്തെ ദേവസ്വം വകുപ്പിനോ ഉത്തരം നൽകാനായിട്ടില്ല. 39 ദിവസത്തെ ഇടവേളയ്ക്കിടെ എവിടെ വെച്ചെങ്കിലും പുതിയ പാളി ഉണ്ടാക്കാനായിരിക്കാനാണ് സാധ്യത. പഴയ പാളിയുടെ പകർപ്പിൽ മൂശ തയ്യാറാക്കി അതേപോലെ പുതിയ ചെമ്പുപാളി ഉണ്ടാക്കി സ്വർണം പൂശിയെന്നാണ് നിഗമനം. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് വർഷം 3 കോടിയിലേറെ ഭക്തന്മാരെത്തുന്ന ശബരിമല. ആ ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ അവഹേളിക്കാനും UDF അധികാരത്തിൽ വരാതിരിക്കാനും LDF ബോധപൂർവ്വം നടത്തിയ ശ്രമമായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. കേരളത്തിൽ BJP ഹൈന്ദവ വോട്ടുകളിൽ 5% അധികം പിടിച്ചതോടെ UDF ഭരണത്തിലെത്താനുള്ള സാധ്യത നഷ്ടമാവുകയും LDF നേട്ടമുണ്ടാക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലുടനീളം BJP വോട്ട് പിടിച്ചതിന്റെ നേട്ടമാണ് ആറന്മുളയിൽ ഉൾപ്പെടെ LDF-ന് കിട്ടിയ വിജയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.